മൈക്കോളജിക്കുന്ന അമീനാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഷാഫി ഫ്ലോർ മില്ല് എന്നൊരു സംരംഭമുണ്ട്. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഷാഫിക്ക അല്ലെ? നിങ്ങൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങള് മില്ല് തുടങ്ങിയിട്ട് 8 കൊല്ലത്തോളം അല്ലെ? അപ്പൊ നമ്മളവിടെ മെഷീൻസുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ. എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്? ഇപ്പോ ഞങ്ങളിപ്പോ അരി വറുത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കൊപ്ര ആട്ടി കൊടുക്കുന്നുണ്ട്, പിന്നെ നാളികേരം പച്ചക്ക എടുത്തിട്ട് നമ്മൾ മെഷീനിൽ വെച്ചിട്ട് ഉണക്കി ആട്ടി കൊടുക്കുന്നുണ്ട്. അത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, അവരുടെ ആട്ടി കൊടുക്കുന്നുണ്ട്. നമ്മള് നാളികേരം വിലക്ക് വാങ്ങിക്കുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ഉണക്കി എണ്ണാക്കിയിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട്. മുളക് മല്ലി ഇതൊക്കെ മുളക് മല്ലി ഒക്കെ നമ്മള് മെഷീനിലിട്ട് ഉണക്കി കൊടുക്കുന്നുണ്ട്. കൈക്ക് ഇവിടെ ഉണക്കി വൃത്തിയാക്കിയിട്ടാണ് പൊടിച്ചു കൊടുക്കുന്നത്. ഇതാണ് എണ്ണ അല്ലെ? അത്രയും നല്ല പ്യൂർ ഡീഹൈഡ്രേഷൻ മെഷീൻസ് ആയതുകൊണ്ടാണ് അത്രയും നല്ല ക്ലിയർ ആയിട്ട് ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് നല്ല പ്യൂർ വൈറ്റ് കളറിനുണ്ട്. ഇതാണ് മെഷീൻസ് വരുന്നത് അല്ലെ? ഇതിലിപ്പോ നമ്മള് നാളികേരം വെച്ചിട്ടുണ്ട് അല്ലെ? നാളികേരം ഇതിൽ വെച്ചിട്ടുണ്ട്. അത് 15 മണിക്കൂർ നാളികേരം വെക്കുക, പിന്നെ അടർത്തി കഴിഞ്ഞ ഒരു 15 മണിക്കൂർ സെറ്റായി അല്ലെ? അപ്പൊ ഇത് കസ്റ്റമേഴ്സിന്റെ നാളികേരം അതേമാതിരി ഉണക്കി ആട്ടി കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നു കഴിഞ്ഞാൽ മറ്റന്നാൾ ആട്ടി കൊടുക്കും. എങ്ങനെ മെഷീന്റെ കാര്യങ്ങൾ? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അതെ, കറണ്ട് കൺസപ്ഷനും കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേ നാളികേരം കൊണ്ടുവരുമ്പോ ചിരട്ട കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ അത് കറണ്ട് ബില്ലായിട്ട് കൊടുക്കും. അത് ഏകദേശം നമുക്ക് കറണ്ട് ബില്ലായിട്ട് എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതെ. അപ്പോ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. അവിടെ എല്ലാ സംഗതികളും കഴുകി, മുളകായാലും മല്ലി ആയാലും ഒക്കെ കഴുകിയിട്ട് ഉണക്കി പൊടിച്ചവര് ഫ്രണ്ടിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ അല്ലെ? അവിടെ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്.